ഹലോ ജോണേട്ടാ, ഏട്ടനിപ്പ എവിടെയാ? രാത്രി എന്നെ ഒന്ന് വിളിച്ചു പോലും ഇല്ലല്ലോ. ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചെന്ന് അറിയാം വിളിക്കാണ്ടായപ്പോ. ഭക്ഷണമൊക്കെ കഴിച്ചോ? അതെന്താ എന്താ ഭക്ഷണം കഴിക്കാണ്ടിരുന്നേ? എന്ത് കഷ്ടമാണ്. ഞാൻ വൈകിട്ടല്ലേ വരും എന്ന് പറഞ്ഞ ജോണേട്ടനോട്. ജോണേട്ടാ, പിന്നെ ഹർത്താൽ ആയതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട കേട്ടോ. ഹർത്താൽ നല്ല സ്ട്രോങ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തുവാടേ ഓടാ. അയ്യോ ജോണേട്ടാ, അതിവിടെ പറഞ്ഞതാണ് ഞാൻ. എന്റെ മറ്റേ ഫ്രണ്ട് ഇല്ലേ രാഗിണി, അവൾ അടുത്തുണ്ടെന്നേ. നമ്മളിങ്ങനെ കാലത്തെ സൊള്ളുന്നത് അവൾക്ക് ഇഷ്ടപ്പെടണില്ല. നല്ല സൂയ. അതൊക്കെ നമുക്ക് വിടാം. പിന്നെ ഇവിടെ മഴയുണ്ടോ? ഉവ്വോ. അപ്പൊ പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട കേട്ടോ, ജലദോഷം പിടിക്കുവേ. ഓക്കെ ഓക്കെ, അപ്പൊ ശരി. ടേക്ക് കെയർ, ടാറ്റാ, ബൈ ബൈ. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാമുകന്റെ അടുത്തിരുന്നുകൊണ്ട് ഭർത്താവിനെ ഇങ്ങനെ സൂചിപ്പിക്കാനുള്ള കഴിവുണ്ടല്ലോ, അപാരം തന്നെ. നിന്റെ ഭാര്യ എങ്ങനെയാ? ഞാൻ പറയുന്നതിനപ്പുറം ഒരു വാര അവൾ അങ്ങോട്ട് പോവില്ല. നീ നിന്റെ ഭർത്താവിനെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഞാനും അവളെ വിശ്വസിപ്പിച്ച് കുളിപ്പിച്ച് കിടത്തിയേക്കാം. ഫ്ലാറ്റ്. അടിപൊളി. ഉടനെ എങ്ങാനും വരുവോ? ഇന്ന് ഹർത്താലല്ലടി. ഞാൻ കാറ് ഓട്ടി ചെന്നാലേ അവൾ ഇങ്ങോട്ട് വരുള്ളൂ. അതുവരെ നമുക്ക് ഇവിടെ തിമിർക്കാം. നീ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേ. മൊബൈലിൽ തള്ളി പറയണ്ട കേട്ടോ. ഇതാണ് നമ്മള് വീണ്ടും വരുവിപ്പിച്ചത്. സമ്മതിച്ചെന്റെ പൊന്നേ. വിട്, ഞാനൊന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഫ്രഷ് ആയി വരട്ടെ. ഓക്കെ. രാഹുൽ, വെള്ളമില്ലല്ലോ. വെള്ളമൊക്കെ വന്നോളൂ, നീങ്ങി വാ. തങ്കം, തങ്കം. തുടങ്ങി. ഇങ്ങനെ വായി വെള്ള തുണിയും കുത്തി തിരികെങ്കിൽ തകതി മനസ്സമാധാനം കിട്ടിയേനെ. ഇങ്ങ വാങ്ങോ. കാര്യം തൊണ്ട പൊട്ടിക്കണ്ട, ഞാൻ വരുന്നു. എന്നതാ എന്നതാ തങ്കത്തിന് വേണ്ടതാ? തങ്കം, അവിടെ ഇരിക്കുന്ന തണ്ണി ഇങ്ങെടുക്ക്. അത് ശുദ്ധമാണ് ഗംഗാജലം. ഇവിടുന്ന് ഒരു അടി എഴുന്നേറ്റ് എടുക്കാന്നല്ലേ ഉള്ളൂ ഗംഗാജലം. ഞാൻ അടുക്കള ജോലിക്കിടയിൽ വന്ന് എടുത്ത് തന്നല്ലേ മനസ്സമാധാനം ഉള്ളോ? അങ്ങനെയൊന്നും ചൊല്ലക്കൂടാതെ. അപ്പൊ വലിച്ചു കിടക്കത്. സ്വർഗത്തിലേക്ക് പോകുന്നത് വരെ നമ്മ കൂടെ തന്നെ വേണം. ഒരാഴ്ചയായില്ല സ്വർഗത്തിലേക്ക് പോകുന്ന പറഞ്ഞ് ജോലിക്കും പോകാതെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങോട്ട് തീരുന്നുമില്ല, വാഴുന്നുമില്ല. മനുഷ്യന് സ്വസ്ഥതയില്ല. മനുഷ്യന് ഊപ്പാട് തീരുന്നു. തങ്കം, ദോഷം ചൊല്ലക്കൂടാതെ. ഇതൊക്കെ പുണ്യപ്രവൃത്തി താനേ. എനിക്ക് ആ പുണ്യം വേണ്ട. നിങ്ങൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് എടുത്തു. എന്തൊരു മനുഷ്യനാപ്പ. നാളെ നമുക്ക് ഈ ഗതി വരും, അത് മറക്ക വേണ്ട. വന്നാലേ ഞാൻ അങ്ങോട്ട് സഹിച്ചു. നന്നോട് തർക്കിച്ചു നിൽക്കാൻ ഞാനില്ല.